ഒരു ടാക്കിൾ മതി ഒരു പ്ലെയറിന്റെ കരിയർ അവസാനിക്കാൻ. ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഖത്തർ കാനഡ മത്സരത്തിനിടയിൽ കാനഡയുടെ ഇസ്മായിൽ കോനെ എന്ന് പറഞ്ഞ പ്ലെയർ പരിക്കേറ്റ് വീഴുന്ന ദൃശ്യം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഗുരുതരമായി പരിക്കേറ്റ് ഗ്രൗണ്ടിൽ വീണ അദ്ദേഹത്തെ സ്ട്രക്ചറിലാണ് ഗ്രൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോയത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് ലോവർ ലിംബ് ഫ്രാക്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. എന്താണ് ലോവർ ലിംബ് ഫ്രാക്ചർ? നമ്മുടെ കാൽമുട്ടിന് താഴെയായിട്ട് ടിബിയ എന്നും ഫിബില എന്നും പേരുള്ള രണ്ട് എല്ലുകളാണ് ഉള്ളത്. ടിബിയ എന്നത് ഷിൻബോൺ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ബോണും അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഫിബുല എന്ന പേരുള്ള മറ്റൊരു ബോണും. കാൽമുട്ടിന്റെ ജോയിന്റ് എടുക്കുമ്പോൾ, നീ ജോയിന്റിന്റെ കാര്യം എടുക്കുമ്പോൾ ടിബിയക്ക് അവിടെ വലിയ റോള് തന്നെയാണ്. ആംഗിളിന്റെ സ്റ്റെബിലിറ്റി എടുക്കുമ്പോൾ, അതായത് കണങ്കാലിന്റെ സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് രണ്ട് എല്ലുകൾക്കും പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഉള്ളത്. ഈ എല്ലുകളിലാണ് അദ്ദേഹത്തിന് ഫ്രാക്ചർ സംഭവിച്ചിട്ടുള്ളത്. എല്ലുകളിൽ ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സോഫ്റ്റ് ടിഷ്യൂസ്, അത് എല്ലുകൾക്ക് ചുറ്റുമുള്ളതോ ആ എല്ലുകൾ കണക്ട് ചെയ്തിട്ടുള്ള ജോയിന്റ്സിലുള്ളതോ ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂസിനും, അതായത് മസിൽസിനും അതുപോലെ ലിഗമെന്റ്സിനൊക്കെ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയുടെ തീവ്രതയും അതുപോലെ തന്നെ ഏതൊക്കെ സോഫ്റ്റ് ടിഷ്യൂസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും എപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ച് കളിക്കളത്തിലേക്ക് വരാൻ പറ്റുക എന്നുള്ള കാര്യം പറയാൻ പറ്റുകയുള്ളൂ. ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സ്പോർട്സ് മെഡിസിനും ഫിസിയോതെറാപ്പിയും ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ സമയത്ത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കളിക്കളത്തിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.